ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടെയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. ഒരുപാട് പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു മിക്സി ജാറിലേക്ക് ഒരു മാങ്ങ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. നാടൻ മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ മാങ്ങയാണ്, ഒട്ടുമാങ്ങ എന്നൊക്കെ ഇതിന് പറയും. നല്ല മധുരമാണ്, എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കണ്ട. നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർക്കാം. ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന മാംഗോ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തിന് വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പൾപ്പിലാണ് നമ്മൾ പുട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ല ഫ്ലേവർ ആട്ടോ മാങ്ങയുടെ ഈ പുട്ടിന്. മാങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടിയ പുട്ടുപൊടിയാണ്. ഇനി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞ മാംഗോ പീസസും കൂടെ ഞാൻ ഇടുന്നുണ്ട്. മാങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയും കൂടെയാണ്. ഇനി ഇതിലേക്ക് പുട്ടുപൊടി ഫില്ല് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള ലെയർ കൂടി ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് പുഴുങ്ങിയെടുക്കണം. വെള്ളം നന്നായി ചൂടാകുമ്പോഴത്തേക്കും പുട്ടുകുറ്റി വെച്ച് കൊടുത്ത് പുട്ട് നന്നായി പുഴുങ്ങിയെടുക്കാം. നല്ല സൂപ്പർ അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അയക്കണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ എനിക്കുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.